രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കണക്കൊന്ന് നോക്കണം. കണക്കിലെ കളികളിലേക്ക് സമഗ്രമായി ഒന്ന് പോകണം. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ കാര്യമായ ഇടിവ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായത് എങ്ങനെയാണ്, എവിടെയാണ്? അതാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നത്. ഡാറ്റാ സെന്ററിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എവിടെയാണ് പാളിയത്, എന്താണ് സംഭവിച്ചത്, അത് AR സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഡീകോഡ് ചെയ്യാൻ നമ്മൾ പോവുകയാണ്. ആ ഡീകോഡിംഗിലേക്ക് നമുക്ക് കടക്കാം. 2024 പൊതു തെരഞ്ഞെടുപ്പ് അത് എങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ആ പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന വോട്ടർമാർ, അവർക്ക് കിട്ടിയ വോട്ടുകൾ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 14,62,423 വോട്ടർമാരാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. അതിൽ 2024 പോൾ ചെയ്തത്, പൊതു തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തത് 10,84,653 വോട്ടുകളാണ്. അതായത് പോളിംഗ് ശതമാനം 72.69%. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് തൊട്ടടുത്ത് 6 മാസത്തിനിപ്പുറം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറയുന്നത്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 2024 നവംബറിൽ, അതായത് ഇന്നലെ വിധി എഴുതുമ്പോൾ എങ്ങനെയാണ് ഈ പോളിംഗ് ശതമാനത്തിൽ ഇത്രയും വ്യത്യാസം വരുന്നത്? വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. 14,71,742 വോട്ടർമാർ ആകെയുണ്ട് വയനാട്ടിൽ. അതിൽ പോൾ ചെയ്തതാകട്ടെ 9,52,543 വോട്ടുകൾ മാത്രമാണ്. അതായത് പോളിംഗ് ശതമാനം 72 നിന്നും താഴേക്കിറങ്ങുകയാണ്. 64.72% എത്തുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വ്യത്യാസം എന്ന് പറയുന്നത് ചെറുതല്ല. 7.97% വോട്ടുകളുടെ കുറവാണ് ഈ പോളിംഗിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. വയനാട്ടിലെ 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ചേർന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. അതിൽ ഓരോ നിയമസഭാ മണ്ഡലവും എടുത്ത പോളിംഗ് ശതമാനം, സ്ത്രീ പുരുഷ വോട്ടർമാരുടെ തരംതിരിച്ചുള്ള ശതമാനക്കണക്ക് അതുകൂടി നമുക്ക് നോക്കാം. അതിനുശേഷം ആ മണ്ഡലത്തിലെ അടിയൊഴുക്കിലേക്കും നമ്മൾ എത്തും. വയനാട്, മലപ്പുറം, കോഴിക്കോട് ഈ 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് വയനാട് എന്നറിയാമല്ലോ. വയനാട്ടിലെ 3, മലപ്പുറത്തെ 3, കോഴിക്കോട്ടെ 1. അങ്ങനെയാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങൾ കിടക്കുന്നത്. വയനാട് ജില്ലയിലുള്ള 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യത്തേത് മാനന്തവാടിയാണ്. മാനന്തവാടി നിയമസഭാ മണ്ഡലം അത് ഒരു കോൺഗ്രസ് മണ്ഡലമാണെങ്കിലും കഴിഞ്ഞ 2 തവണയായി നിലവിലെ മന്ത്രി OR കേളു CPIM സ്ഥാനാർത്ഥിയായി അവിടെ ജയിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിൽ ആകെ വോട്ട് എത്രയാണ്, പോൾ ചെയ്ത വോട്ട് എത്രയാണ് എന്ന് നോക്കൂ. ആകെ വോട്ട് അവിടെ 2,02,930 അത്രയും വോട്ടുകളാണ് മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിലുള്ളത്. അതിൽ പോൾ ചെയ്തിരിക്കുന്നത് 1,29,669, അതായത് 63.89% മാത്രം. ഇതിൽ പുരുഷ സ്ത്രീ അനുപാതം കൂടി നോക്കാം. പുരുഷ വോട്ടർമാർ ആകെയുള്ളത് 1,100,000 അതിൽ പോൾ ചെയ്തിരിക്കുന്നത് 62,937. ശതമാനം എടുത്തു നോക്കിയാൽ 62.87. മാനന്തവാടിയിലെ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതലാണ്. 1,02,830 അതിൽ 66,732 പേർ വോട്ട് ചെയ്യാനായി അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതായത് 64.89%. സ്ത്രീ വോട്ടർമാരുടെ ശതമാന കണക്കാണ്, അല്ലെങ്കിൽ വോട്ടെണ്ണമാണ് കൂടി നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മൾ മാനന്തവാടിയിൽ നിന്ന് നേരെ വണ്ടി പോകുന്നു സുൽത്താൻ ബത്തേരിയിലേക്ക്. സുൽത്താൻ ബത്തേരിയിൽ കഴിഞ്ഞ 3 ടേമായിട്ട് കോൺഗ്രസിന്റെ തന്നെയാണ് സീറ്റ്. IC ബാലകൃഷ്ണനാണ് MLA, അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വോട്ട് മുഴുവൻ പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോളിംഗ് ശതമാനം ഉയരണം. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബത്തേരി നിയമസഭാ മണ്ഡലത്തിലെ ആകെ വോട്ടെന്ന് പറയുന്നത് 2,27,489. കണക്ക് ശ്രദ്ധിക്കണം. അതിൽ പോൾ ചെയ്തിരിക്കുന്നത് നോക്കൂ, 1,42,591 മാത്രമാണ്. അതായത് പോളിംഗ് ശതമാനം 62.68%. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രത്തിൽ ഇത്രയും പോളിംഗ് നടന്നാൽ മതിയോ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ? അതാണ് ചോദ്യം. പുരുഷ വോട്ടർമാർ അവിടെയുള്ളത് 1,10,17,723. അതിൽ 69,603 പേർ ബൂത്തിലേക്ക് എത്തി, 62.86%. സ്ത്രീ വോട്ടർമാർ 1,16,765. അതിൽ 72,987 വരെ എത്തിക്കാൻ കഴിഞ്ഞു, 62.50%. അതായത് ബത്തേരിയിൽ പുരുഷ വോട്ടർമാരാണ് കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. ഇനി വയനാട് ജില്ലയുടെ ആസ്ഥാനമായ കൽപ്പറ്റ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പലപ്പോഴും മാറി മറിയുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രമാണ് കൽപ്പറ്റയ്ക്കുള്ളത് കേട്ടോ. നിലവിൽ കോൺഗ്രസിന്റെ ടി സിദ്ദിഖി പ്രചാരണത്തിൽ തലവനായി മുന്നിൽ തന്നെ നിൽക്കുകയായിരുന്നു കൽപ്പറ്റയിൽ. അപ്പോൾ കൽപ്പറ്റയിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നോക്കാൻ നമുക്ക് കൽപ്പറ്റ നിയമസഭാ
മണ്ഡലത്തിലെ ആകെ വോട്ടുകൾ 2,10,760 അതിൽ 1,37,958 വോട്ടുകൾ പോൾ ചെയ്തു. നമ്മൾ നേരത്തെ കണ്ട ബത്തേരിയൊക്കെ വെച്ച് നോക്കുമ്പോൾ പോളിംഗ് ശതമാനം കൂടുതലാണ്, 65.45%. പുരുഷ വോട്ടർമാർ 1,02,573 ഉണ്ട്. അതിൽ 65,822 പേരെ അവിടെ ബൂത്തിലെത്തിക്കാൻ കഴിഞ്ഞു. 64.17% പുരുഷ വോട്ടർമാർ അവിടെ എത്തിയിരിക്കുന്നത് കൽപ്പറ്റയിൽ. സ്ത്രീ വോട്ടർമാർ 1,08,183 ഉണ്ട്. അതിൽ 72,136 പേർ വന്ന് വോട്ട് ചെയ്തു. 66.67%. അപ്പോൾ നിലവിൽ മെച്ചമാണ് എന്ന് പറയുമ്പോഴും ഇത് മതിയോ കൽപ്പറ്റയിൽ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ മണ്ഡലമാണ്, മുഴുവൻ വോട്ടർമാരും അവിടെ എത്തി വോട്ട് ചെയ്തു എന്ന് അവകാശപ്പെടാൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ കോഴിക്കോട് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നമുക്ക് അടുത്തതായി പോകാം. അതിൽ കൊട്ടിക്കലാശം നടന്ന പ്രിയങ്ക ഗാന്ധി അടക്കം കൊട്ടിക്കലാശത്തിൽ വന്ന് പങ്കെടുത്തത് തിരുവമ്പാടിയിലാണ്. അപ്പോൾ വോട്ട് ഉയരണ്ടേ? കഴിഞ്ഞ ഏതാനും ടൈമുകളായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. CPIMന്റെ ലിൻഡോ ജോസഫാണ് അവിടുത്തെ ഇപ്പോഴത്തെ MLA. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി എങ്ങനെ ചിന്തിച്ചു? തിരുവമ്പാടിയിൽ ആകെ വോട്ട് 1,84,808 അതിൽ 1,22,705 പോൾ ചെയ്തു. പോളിംഗ് ശതമാനം 66.39%. പുരുഷ വോട്ടർമാരുടെയും സ്ത്രീ വോട്ടർമാരുടെയും കണക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പുരുഷ വോട്ടർമാർ 91,434 അതിൽ 58,889 പേർ വോട്ട് ചെയ്തിട്ടുണ്ട്. സ്ത്രീ വോട്ടർമാർ 93,373 അതിൽ 63,815 വോട്ട് ചെയ്തിട്ടുണ്ട്. തിരുവമ്പാടിയിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലായും വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഡാറ്റ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതിൽ പ്രിയങ്ക ഗാന്ധിക്ക് പ്രതീക്ഷ വയ്ക്കാം, അതോടൊപ്പം തന്നെ നവ്യ ഹരിദാസിനും പ്രതീക്ഷ വയ്ക്കാം. വയനാടും കോഴിക്കോടും കടന്നു. ഇനി നമ്മൾ മലപ്പുറത്തേക്ക് പോവുകയാണ്. മലപ്പുറത്തു നിന്നാണ് ഈ ഭൂരിപക്ഷം മുഴുവൻ വരേണ്ടത്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായി 3 നിയമസഭാ മണ്ഡലങ്ങളാണ് മലപ്പുറത്തുള്ളത്. ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങൾ, അവിടെ നിന്നൊക്കെ വോട്ട് വലിയ രീതിയിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് UDF കാത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഏറനാടേക്ക് പോകാം. ഏറനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDFന്റെ കോട്ടയാണ്. വർഷങ്ങളായി ലീഗ് ജയിക്കുന്ന മണ്ഡലമാണ്. അവിടെ PK ബഷീർ MLAയും വളരെ പോപ്പുലറാണ്. അപ്പോൾ PK ബഷീർ എത്ര വോട്ട് കൊണ്ടുവരും? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1,84,986 വോട്ടുകളാണ് ഏറനാടുള്ളത്. അതിൽ 1,28,430 പേർ വോട്ട് ചെയ്യാനെത്തി. അതായത് ഇതുവരെ നമ്മൾ കണ്ടതിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം ഏറനാടാണ് എന്ന് ചുരുക്കം. 69.42%. അവിടെ പുരുഷ വോട്ടർമാർ 93,880 ഉണ്ട്. അതിൽ 61,912 പേർ വോട്ട് ചെയ്യാനെത്തി. 65.94% പുരുഷ വോട്ടർമാരുടെ പോളിംഗ് ശതമാനമായി നമ്മുടെ മുന്നിലുള്ളത്. സ്ത്രീ വോട്ടർമാരിലേക്ക് വന്നു കഴിഞ്ഞാൽ 91,106 സ്ത്രീ വോട്ടർമാരുള്ളതിൽ 66,518 പേർ, നല്ല ശതമാനമാണ്. 73% സ്ത്രീകളും ഏറനാട് വന്ന് പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ PK ബഷീർ MLA കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അടുത്തത് നിലമ്പൂരാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ 2 ടേമായി നമ്മുടെ സ്റ്റാറാണ്, ഇപ്പോഴത്തെ വാർത്താ താരം PV അൻവറാണ് അവിടുത്തെ MLA. ആര്യാടൻ മുഹമ്മദിലൂടെ കോൺഗ്രസ് കോട്ടയായിട്ട് നിലനിർത്തിയിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ PV അൻവറിന്റെ ഇഫക്ട് എത്രത്തോളം ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് അറിയേണ്ടത്. 2,26,541 വോട്ടുകളുണ്ട് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ. അതിൽ പോൾ ചെയ്തിരിക്കുന്നത് 1,40,40,273. ശതമാനം വളരെ കുറവാണ്, 61.91%. അവിടുത്തെ വോട്ടർമാർ വിട്ടുനിന്നതിന്റെ കാരണമാണ് നമുക്ക് അറിയേണ്ടത്. പുരുഷ വോട്ടർമാർ 1,10,826 ഉണ്ട്. അതിൽ 64,707 പേർ വോട്ട് ചെയ്തിട്ടുണ്ട്. 58.38%. പുരുഷ വോട്ടർമാരുടെ പോളിംഗ് പങ്കാളിത്തം കുറവാണ് എന്നത് നമുക്ക് ഈ കണക്കിൽ നിന്ന് കാണാം. സ്ത്രീ വോട്ടർമാർ 1,15,709 ഉണ്ട്. അതിൽ 75,565 പേർ വോട്ട് ചെയ്തിട്ടുണ്ട്. 65.3% സ്ത്രീ വോട്ടർമാരുടെ പോളിംഗ് പെർസെന്റേജ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിലമ്പൂരിൽ ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കാം. അവസാനത്തേത് വണ്ടൂരാണ്. വണ്ടൂർ നിയമസഭാ മണ്ഡലം UDFന്റെ ഒരു കുത്തക മണ്ഡലമാണ്. കോൺഗ്രസിലെ AP അനിൽകുമാറാണ് അവിടുത്തെ MLA. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കാര്യമായ വോട്ട് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. 2,34,228 വോട്ടുകളുള്ള വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ 1,50,917 വോട്ടുകൾ പോൾ ചെയ്തു. പോളിംഗ് പെർസെന്റേജ് 64.43%. പുരുഷ വോട്ടർമാർ 1,15,508 ഉണ്ട്. അതിൽ 70,886 പേർ വോട്ട് ചെയ്തിട്ടുണ്ട്. 61.36%. പോളിംഗ് പോരാ. സ്ത്രീ വോട്ടർമാർ 1,18,720 80,035 പേർ ബൂത്തിലേക്ക് എത്തി. അതായത് പോളിംഗ് ശതമാനം 67.41%. സ്ത്രീ വോട്ടർമാർ കൂടുതലായി എത്തുന്നത് വണ്ടൂരിൽ. അത് പ്രിയങ്ക ഗാന്ധിയെ തുണയ്ക്കും എന്നുള്ളൊരു പ്രതീക്ഷ കോൺഗ്രസ് ക്യാമ്പ് വയ്ക്കുമ്പോഴും കൂടുതൽ വോട്ടർമാർ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം അത് എന്താണ് നൽകുന്ന സൂചന എന്നുള്ളതാണ് നമുക്കിനി പരിശോധിക്കേണ്ടത്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നമ്മൾ വിശദമായി തന്നെ അതിന്റെ കണക്കുകൾ പറഞ്ഞു കഴിഞ്ഞു. ജയപരാജയങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഭൂരിപക്ഷത്തിലാണ് മത്സരം എന്നതാണ് UDF ക്യാമ്പിന്റെ അവകാശവാദം. വസ്തുതയും അങ്ങനെ തന്നെയാണ്. 5 ലക്ഷം എന്ന വലിയ ഭൂരിപക്ഷത്തിലേക്ക് UDF ക്യാമ്പിന് എത്തിച്ചേരാൻ സാധിക്കുമോ? അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്.